ഒരിക്കൽ ഇന്ത്യയിലെ ഓരോ വീടുകളിലും കാണപ്പെട്ടിരുന്ന പേരാണ് വീഡിയോകോൺ. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം വീഡിയോകോൺ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ കമ്പനി എവിടെയാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1979 വേണുഗോപാൽ ദൂത് വീഡിയോകോൺ ചെറിയ ടിവി നിർമ്മാണ കമ്പനിയായിട്ടാണ് ആരംഭിച്ചത്. മാറിയ കാലത്ത് അതിവേഗം വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ബ്രാൻഡായി വീഡിയോകോൺ മാറി. LG, സാംസങ് പോലെയുള്ള വിദേശ ബ്രാൻഡുകൾക്കും നേരിട്ട് മത്സരമായി. ടിവി മാത്രമല്ല, മൊബൈൽ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. 2000-കളിൽ വീഡിയോകോൺ ലോകമൊട്ടാകെ വ്യാപിച്ചു. ഇറ്റലി, ചൈന, മെക്സിക്കോ വരെ അവരുടെ ഫാക്ടറികൾ. ഒരു ഇന്ത്യൻ ബ്രാൻഡ് അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ച മഹത്വമായിരുന്നു അത്. പക്ഷേ അതിവേഗമായ വളർച്ചയുടെ പിന്നാലെ വൻ കടബാധ്യതകളും വീഡിയോകോണിനെ തേടിയെത്തി. വായ്പകൾ, തെറ്റായ ബിസിനസ് തീരുമാനങ്ങൾ, മാനേജ്മെന്റ് പിഴവുകൾ എല്ലാം കൂടി കമ്പനിയെ അടിച്ചുമാറ്റി. LG, സാംസങ് കൂടുതൽ ആധുനിക ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ വീഡിയോകോൺ പിന്നിലായി. തുടർന്ന് വന്ന ICICI ബാങ്ക് വീഡിയോകോൺ വായ്പാ തട്ടിപ്പ് കേസ് കമ്പനിയെ പൂർണ്ണമായി തകർത്തു. 2018-ൽ വീഡിയോകോൺ ദിവാലിയായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യൻ വീടുകളിലെ ഒരു അഭിമാന നാമം ചരിത്രമായി.